ദൈവാലയം എന്നത് ദൈവാധിവാസമുള്ള സ്ഥലമാണല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത് സംബന്ധിച്ച് പ്രധാനമായിട്ട് രണ്ട് വിവക്ഷയാണുള്ളത്. ഒന്നാമത് പരിശുദ്ധാത്മാധിവാസമുള്ളതും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതുമായ രക്ഷിക്കപ്പെട്ട അഥവാ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും രക്ഷയ്ക്കായി അവനെ വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത ഒരു വിശ്വാസി. 1 കൊരിന്ത്യർ ലേഖനം 3-16, 6-19 വാക്യങ്ങൾ. രണ്ടാമത്, ഇങ്ങനെ രക്ഷിക്കപ്പെട്ട അനന്തരം ആത്മാവാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടം. അപ്പോസ്തലപ്രവൃത്തികൾ 2-38-47 വരെയുള്ള വാക്യങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം 4-24 വാക്യവും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുമ്പോൾ അതിൻ്റെ 12-27 വാക്യത്തിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറായി അവയവങ്ങളും ആകുന്നു. എഫേസ്യ ലേഖനം 1-23 താൻ തുടരുന്നു, ക്രിസ്തു തലയും സഭ ക്രിസ്തുവിൻ്റെ ശരീരവുമാകുന്നു. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും ഇപ്പോൾ താതാങ്ങൾക്കുള്ളവരല്ല, എന്നാൽ അവർ ഓരോരുത്തരും ക്രിസ്തുവിനുള്ളവരും ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയിലെ അവയവങ്ങളുമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും അതിലെ അവയവങ്ങളായ ഓരോ വിശ്വാസിയും ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് തൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചാലും 2 പത്രോസിൻ്റെ ലേഖനം 1-4 വാക്യം. ദൈവത്തിൻ്റെ വിശിഷ്ടമായ സ്വഭാവ സവിശേഷതകളാണ് വിശുദ്ധി, നീതി, സ്നേഹം തുടങ്ങിയവ. പത്രോസ് പരിശുദ്ധാത്മനിയോഗിതനായി അതേപ്പറ്റി പറയുന്നത് വിശ്വാസത്തിൽ ആരംഭിച്ചു സ്നേഹത്തിൽ അവസാനിക്കുന്ന 8 ഗുണങ്ങളാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് വിശ്വാസം, വീര്യം അഥവാ സൽഗുണം, പരിജ്ഞാനം, ആത്മനിയന്ത്രണം അഥവാ ഇന്ദ്രിയജയം, ക്ഷമ, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം തുടങ്ങിയവകളാണ്. ഇവ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ പ്രദാനം ചെയ്യുന്നതുമാണ്. പത്രോസിൻ്റെ ഭാഷയിൽ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് എന്നാണെങ്കിൽ പൗലോസിൻ്റെ ഭാഷ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയണമെന്നാണ്. ലോകസ്നേഹം ദൈവത്തോടെ ശത്രുത്വമാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് യോഹന്നാനും പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധാത്മാധിവാസമുള്ളവരുമായ ഓരോ വിശ്വാസികളുടെയും പ്രമോദം ദൈവഭക്തിയിലായിരിക്കും. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളും തങ്ങളുടെ രക്ഷിതാവും മഹാദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. തീത്തോസിൻ്റെ ലേഖനം 2-12-13 വാക്യങ്ങൾ. ലോകമോഹങ്ങളിൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം മുതലായവയെല്ലാം അടങ്ങിയിരിപ്പുണ്ട്. ഏതിനിൽ വെച്ച് ആദിമ മാതാപിതാക്കൾക്ക് പറ്റിയ വീഴ്ചയും അങ്ങനെ തന്നെയാണല്ലോ. തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമായിരുന്നല്ലോ അത്. അതിൻ്റെ പരിണിത ഫലമാണല്ലോ നഗ്നത, ശാപം, മരണം, വേദന തുടങ്ങിയവകൾ എല്ലാം തന്നെ. വൃക്ഷത്തെ ഫലം കൊണ്ടാണല്ലോ അറിയുന്നത്. കാഴ്ചയിൽ, രുചിയിൽ തുടങ്ങിയ ഏതെന്ന് മനസ്സിലാക്കുന്നത് പോലെ ഇന്ന് ഓരോ വിശുദ്ധന്മാരെയും അവരിൽ നിന്നും വരുന്ന ഫലങ്ങളെ ഒന്ന് വിവേചിച്ചാൽ വൃക്ഷം ഏതാണെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന വിശ്വാസിയുടെ പ്രമോദം ലോകത്തിലാണോ അതോ യഹോവ ഭക്തിയിലാണോ എന്ന് ശ്രദ്ധിച്ചാൽ വിത്ത് ഏതിൻ്റെയാണെന്ന് വ്യക്തമാകും. വേഷം, ഭാഷ, ഭക്ഷണം, ആരാധന, സുഹൃത്ത് ബന്ധങ്ങൾ തുടങ്ങി നഖം മുതൽ മുടി വരെ അത് പ്രതിഫലിപ്പിക്കും. തെങ്ങിൽ ഒരിക്കലും മറ്റൊരു ഫലമായ മാങ്ങ കായ്ക്കുകയില്ലല്ലോ. ഇവിടെയാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-14 വരെയുള്ള വാക്യങ്ങളുടെ പ്രസക്തി. പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ
എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങളിൽ വസിക്കുകയും നിങ്ങളുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമാകുമെന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്തു. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ പറയൂ, കൊരിന്ത് സഭയോട് ഇത് പറഞ്ഞത് പൗലോസ് ആണോ അതോ സർവശക്തനായ കർത്താവാണോ എന്ന്? മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. വേർപാടിൻ്റെ ഉപദേശം മാനുഷ്യമെന്ന് വരികിൽ നിങ്ങൾക്ക് ഏതുമില്ല. എന്നാൽ ദൈവികമെങ്കിൽ നമുക്കത് വിട്ട് ഒഴിഞ്ഞുകൂടാ. നമ്മൾ ദൈവകൽപ്പന ലംഘികളായിട്ട് നശിച്ചു പോകാൻ ഇടയാകരുത്. പേര് ദൈവത്തിൻ്റെ ആലയമെന്നാകുന്നു. എങ്കിലും ആലയത്തിൽ ദൈവമില്ലാത്ത ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തു നോക്കൂ.